ഒരു പുതിയ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേ കളർ അടിച്ചിട്ട് എപ്പോക്സിയാണ് അടിച്ചിരിക്കുന്നത്, വൈറ്റ് കളർ. ഉത്തരം കൊടുത്തിരിക്കുന്ന 3:1 അതുപോലെ തന്നെ സെൻറ്ററിൽ ജോയിൻറ്റ് തന്നെ ഭാഗത്തൊരു 3:1 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയൊക്കെ നമ്മൾ 3:1 വൈപ്പാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ പട്ടികയായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1.25 പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. തൂണ് നമ്മൾ 2 ഇഞ്ചിൻ്റെ റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് പോളികാർബണേറ്റ് ഷീറ്റാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇവർക്കൊന്നും കുഴപ്പമില്ല. പിന്നില്ലാണ്ട് നമ്മൾ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പോളിമാക്കിൻ്റെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ മോഡലാണ് അല്ലേ? ഒരു മാറ്റ് പോലുള്ള ചെറിയൊരു കുരു ഡിസൈൻ ഉണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ അല്ലേ? ഓ, ഗ്ലാസ് മോഡൽ തന്നെ അടിപൊളിയാണ്. പിന്നെ സൈഡിലൊക്കെ കുറച്ച് പൊരിപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് തൂത്ത് കളഞ്ഞിട്ട് വേണ്ടോ. ഇത് കണ്ടത് ചെറിയ ചെറിയ പൊരിപ്പലുകളുണ്ടാവും. എന്നിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ താഴെ നോക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് വെക്കും. ഇതിൻ്റെ പുറത്തൊരു വെള്ള ഒരു കോട്ടിംഗ് ഉണ്ട് പോളിമാക്കിൻ്റെ. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് അങ്ങ് പൊളിച്ചെടുക്കുക. അപ്പോൾ നല്ല ഗ്ലേസിംഗ് ആയിട്ട് നമ്മൾ ഷീറ്റ് പുറത്തായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. മുഖം വരെ കാണാം കേട്ടോ നമ്മുടെ. വേണ്ടോ, അടിപൊളി. ഉപയോഗിച്ച് നമ്മളതിൻ്റെ പൊരിപ്പൽ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തെടുക്കണം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കത്തിയാണ്. ഗ്രൈൻഡറിന് ഉരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ വരുള്ളൂ. അപ്പോൾ ഇത് ഷീറ്റ് മേളിലേക്ക് കയറ്റുക. പോളികാർബണേറ്റ് റെയിൻ ഡ്രോപ്സ് ഷീറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാ ഗ്ലേസിംഗ് ആണ് നോക്കി. അലുവ കഷ്ണം കിടക്കണ പോലെ കിടക്കണം കേട്ടോ. ഒരു ഷീറ്റ് നമ്മളിവിടെ കയറ്റിയിട്ടുണ്ട്. താഴത്തെ ഒരു ഷീറ്റ് നമ്മൾ കയറ്റാൻ പോകട്ടോ. അപ്പോൾ അതിൻ്റെ പേപ്പർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗ്ലേസിങ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി ഫിനിഷോട് കൂടിയുള്ളതാണ്. അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പോറിക്കാത്ത രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. പോറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാവൃത്തികേടായിട്ടിരിക്കും. എന്താ പോറലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തുമ്പുവശം കുറച്ച് ചെരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പ്രോ സിലിക്കോൺ വെതർ കോട്ട് അതാണ് എടുത്തിട്ടുള്ളത്. അതായത് ക്ലിയർ നല്ല രീതിയിൽ സിലിക്കോൺ അടിച്ച് വെച്ചിട്ടുണ്ട്. 2 ജോയിൻറ്റുകൾ കൂടി. എന്നിട്ട് വേണം കഴിഞ്ഞിപ്പോൾ അലുമിനിയം ചാനലൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്ക്രൂ ഇതാണ് 4 ഇഞ്ചിൻ്റെ സ്റ്റാർ സെൽഫ്. ഇതാണ് അതിൻ്റെ ടിപ്പ്, സ്റ്റാറിൻ്റെ ടിപ്പ്. സിലിക്കോൺ അടിച്ചതിൻ്റെ ടോപ്പിൽ തന്നെ ആദ്യം തന്നെ ഒരു അലുമിനിയം ചാനൽ ഇട്ടിട്ടുണ്ട്. ഒരു ചാനലിൻ്റെ ലെങ്ത്ത് തന്നെ എന്ന് പറഞ്ഞാൽ 12 ഫീറ്റാണ് കേട്ടോ. അപ്പോൾ സ്ക്രൂ അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻട്രലായിട്ട് സ്ക്രൂ അടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെരുവോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയാൽ തന്നെ നമ്മൾ റബ്ബർ ബീഡിംഗ് ഒക്കെ ഇടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇടാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. ഇതിൻ്റെ സെൻട്രലിലേക്ക് കഴിഞ്ഞിപ്പോൾ റബ്ബർ ബീഡിങ് കൂടെ വരാനുണ്ട് കേട്ടോ. ഇത് അത്ര ഭാഗത്ത് നമ്മൾ അലുമിനിയം ചാനൽ അടിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ട് 2 സൈഡിലേക്കാണ് കേട്ടോ അടിക്കാനുള്ളത്. ഇപ്പോൾ എല്ലാ ചാനലും അടിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റബ്ബർ ബീഡിങ് ഇടാനുണ്ട്. ഇതാണ് റബ്ബർ ബീഡിങ്. ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈഡിലേക്ക് ആദ്യം നമ്മൾ കയറ്റി വയ്ക്കുക.
അതുകൊണ്ട് ഇതിങ്ങനെ പയ്യെ വലിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ടെസ്റ്ററോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പയ്യെ വലിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് അകത്തോട്ട് കയറി വരുന്നത്. എന്നിട്ട് ബാക്കിയുള്ള വശം നമ്മൾ കയ്യിൽ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ റബ്ബർ ബീഡിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ ഇങ്ങോട്ട് ഇടാനുണ്ട്. അപ്പോൾ അത് എല്ലാത്തിനും തന്നെ നമ്മൾ ഇടയ്ക്കും കൂടെ പീസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഒരു ഗ്യാപ്പിട്ടാണ് ഇടയ്ക്ക് അടിക്കുമ്പോൾ പീസ് അടിക്കേണ്ടത്. അല്ലെങ്കിൽ വെള്ളം പോകാനൊക്കെ ഇച്ചിരി താമസമായിരിക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് അടിക്കുന്ന പീസിൻ്റെ എല്ലാത്തിൻ്റെ ടോപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് സിലിക്കോൺ അടിച്ച് കൊടുക്കുന്നുണ്ട്. ടിപ്പ് നമ്മൾ ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് സിലിക്കോൺ വരാനായിട്ട് പാകത്തിന്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് സിലിക്കോൺ അടിച്ചു കൊടുക്കണം ഇതുപോലെ. അപ്പോൾ അതുപോലെ അത്യാവശ്യം എല്ലാത്തിനും തന്നെ നമ്മൾ സിലിക്കോൺ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോളികാർബണേറ്റിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ തന്നെയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഗ്ലാമറാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിവിടെ ജോയിൻറ്റിൽ മാത്രം 2 സൈഡിലും സിലിക്കോൺ നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങോട് കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീസ് കിടക്കണയാണ്. ഇവിടെ നമ്മുടെ 12 അടി കഴിഞ്ഞ് ജോയിൻ്റാണ് കേട്ടോ വന്നത്. അത് കാരണമാണ് ഇവിടെ ഇച്ചിരി ടോപ്പിലും കൂടെ അടിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ സിലിക്കോൺ അടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പോളികാർബണേറ്റ് ഷീറ്റ് ഇടുന്നതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തു നിന്നുള്ള ലുക്ക് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പോളികാർബണേറ്റിൻ്റെ വർക്കിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് താഴെ നിന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ. ആ ഒരു ഷെയ്ഡ് സൂര്യൻ്റെ വെളിച്ചം വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ്. ടോപ്പിൽ കാണുന്ന ഇതൊക്കെ പെയിൻ്റ് അടിക്കാനുള്ളതാണ് തോന്നുന്നു. അത് പെയിൻറ്റേഴ്സാണ് അടിക്കുന്നത്. നമ്മളാ കുത്തു പൊട്ടിച്ചെറിഞ്ഞിട്ടുള്ള അതെ ലൈവായിട്ട്